ഹലോ, ഇന്നൊരു മിറർ വർക്കിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഈ മിറേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. ഇതെൻ്റെ ഒരു പഴയൊരു ചുരിദാറിൻ്റെ ടോപ്പാണ് കേട്ടോ. റെഡിമെയ്ഡാണ്, ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതല്ല. കുറച്ചൊന്ന് ഫെയ്ഡായിട്ടുണ്ട്. കുറച്ചൊന്ന് ഫെയ്ഡായി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള മിറേഴ്സാണ്, ഒരു 120 അങ്ങനെ എന്തോ ആണ്, അത്രയും 10-13 സെറ്റ് മിറേഴ്സിന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഡയമണ്ട് ഷേപ്പിലുള്ളതും ട്രയാങ്കിൾ ഷേപ്പിലുള്ള മിറേഴ്സും എടുത്തിട്ട് ഈ നെക്കിന് ആപ്റ്റായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലൂ വെച്ചിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് മറ്റേ ഒറിജിനൽ മിററാണ്, ഫേക്ക് മിറർ അല്ല. മറ്റേതാണെങ്കിൽ ഒട്ടിച്ചൊട്ടിച്ച് പോവായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. എനിക്ക് വേണ്ട ഒരു പാറ്റേണിൽ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇത് ഇങ്ങനെ വിടാം. പക്ഷെ നമ്മൾ ആക്ച്വലി ത്രെഡ് വെച്ചിട്ട് ഇതിനെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതായത് മിറർ വർക്ക് എന്ന് പറയുമ്പോൾ അത് മിററും ത്രെഡും വരുന്ന രീതിയിലാണല്ലോ ട്രഡീഷണൽ ആയിട്ടുള്ള രീതി. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് സിൽക്ക് ത്രെഡാണ്. ഒരെണ്ണം ഞാൻ ഓൾറെഡി തുന്നി വെച്ചിട്ടുണ്ട്. 4 ഇഴ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഒരു മെറൂൺ കളർ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുള്ളത്. നേരത്തെ എടുത്തപ്പോൾ ഞാൻ ഓൾറെഡി തുന്നാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 4 ഇഴ എടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന്, ഈ കോർണറിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇനി ഇത് സിമ്പിളാണ്. നമ്മൾ ഈ ഒരു കൂർത്ത എഡ്ജസ് ഉള്ള മിറേഴ്സ് ആയതുകൊണ്ട്, അതായത് ഷേപ്സ് ആയതുകൊണ്ട് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മിറേഴ്സിൻ്റെ എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. ഇത് സാറ്റിൻ സ്റ്റിച്ച് തന്നെ ചെയ്യണമെന്നില്ല. ഞാൻ ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഇതേ മിറേഴ്സ് സ്റ്റിച്ച് ചെയ്യാം. ഇത് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് മാത്രം. അപ്പോൾ ഈ കോർണറിൽ ഇതാ ഇങ്ങനെ ടൈറ്റായിട്ട് അരികത്തോട് ചേർന്നിട്ട് കുത്തി വലിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് സ്റ്റിച്ച് സിമ്പിളാണ്, പക്ഷേ ഇത് ചെയ്യാനായിട്ട് ടൈം എടുക്കും കേട്ടോ. ഞാൻ 2 ദിവസം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇരുന്നിരിപ്പിലും ചെയ്യുകയാണെങ്കിലൊക്കെ വേഗം തീരും. നമ്മളുടെ ഒരു ക്ഷമയൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ എളുപ്പമാണ് ചെയ്യാനായിട്ട്, സമയം എടുക്കും എന്നുള്ളത് മാത്രം. പിന്നെ ഈ മിറേഴ്സിൻ്റെ എഡ്ജൊക്കെ ഷാർപ്പായതുകൊണ്ട് നമ്മളിങ്ങനെ തുന്നി കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണം കേട്ടോ. പിന്നെ അത്യാവശ്യം ഒട്ടിക്കുമ്പോൾ നമുക്കിങ്ങനെ തുന്നാനുള്ള ഒരു ചെറിയ സ്പേസ് വിട്ടിട്ട് വേണം ഇത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് തുന്നി കഴിയുമ്പോൾ ആ ഒരു സ്പേസിങ് കറക്റ്റ് ആവുള്ളൂ. ഞാനപ്പോൾ ഇത് മൊത്തം തുന്നി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തുന്നി കഴിഞ്ഞപ്പോൾ ഇത് നല്ല റിച്ച് ലുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നെക്കിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരു നല്ല വെയിറ്റും വന്നിട്ടുണ്ട്. അതായത് ഒറിജിനൽ മിറേഴ്സാണല്ലോ ഇത്. അപ്പോൾ ഒരു നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ആ പോട്ട്ലി ബട്ടൻ്റെ സൈഡിലായിട്ട് ഞാൻ ട്രയാങ്കിൾ മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവിൽ വേണമെങ്കിൽ ചെയ്യാം, സ്ലിറ്റിൻ്റെ സൈഡിൽ വേണമെങ്കിൽ ചെയ്യാം, ബോഡി പാർട്ടിൽ ഇങ്ങനെ റാൻഡംലി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ ചെയ്യാം കേട്ടോ. തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.